വളരെ ദൈവത്തോടുള്ള അടങ്ങാത്ത നന്ദിയോടും കൂടെയാണ്. നമ്മളാരും ബലവാന്മാരായിട്ടോ ബുദ്ധി വൈഭവം കൊണ്ട് ഉന്നതന്മാരായിട്ടോ അല്ല കർത്താവ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ കൃപയാണ്. ആ കൃപ നമ്മളിൽ നിന്ന് ചോർന്നു പോകാതിരിക്കുവാൻ, ആ കൃപ നമ്മളിൽ നിന്ന് വറ്റിപ്പോകാതിരിക്കുവാൻ ഈ ദിനങ്ങളിൽ നാം വളരെ പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രിയ യൗവനക്കാർ, പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ദയവായിട്ട് നിങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് ഇരിക്കണം. സൗണ്ടിനൊന്നും ഇനി മാറ്റം ഒന്നും വരുത്തണ്ട. പ്രൈസ് ഇനി ലൈവ് അങ്ങ് ഓഫ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും, നിങ്ങളാരും ഇനി സിസ്റ്റത്തിൻ്റെ പുറകിലിരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നൽകിയ ഒരു ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. ചില ദിനങ്ങൾക്ക് മുൻപ് വളരെ ഭാരത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആയിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും ഇടയായി തീർന്നു. ഇത് എനിക്ക്, എൻ്റെ ഭവനത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഇത് ഇന്ന് പകൽക്കാലം അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാരംഭമായി ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ആ സെൻറ്റൻസ് മാത്രം നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 7 verse 16, the last portion. അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യം, മതി. യഹോവ വാതിൽ അടച്ചു. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒരു നിമിഷം കൂടെ താഴ്ത്തി വെച്ചിട്ട് അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ ഇന്ന് പകൽക്കാലം ഇരിപ്പാൻ, ഈ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ പെട്ടകത്തിലെ ആശ്രയം, ആ പെട്ടകത്തിലെ സംരക്ഷണം അനുഭവിച്ചിട്ടല്ലാതെ നാം ഈ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങരുത്. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ ഈ വചനത്തിനായി നന്ദി. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുറക്കപ്പെട്ട വാതിലുകൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയും നിലവിളിയും ഞങ്ങൾക്ക് ചില വാതിലുകൾ തുറക്കപ്പെടണമേ എന്നാ. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വാതിൽ അടച്ചു. അടയ്ക്കപ്പെട്ട വാതിലുകൾക്കായി നന്ദി, അടയ്ക്കപ്പെട്ട വാതിലുകൾക്കായി നന്ദി. എന്നാൽ ഞങ്ങളെ കർത്താവ് അതിനകത്താക്കിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അപ്പൻ്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു, അപ്പൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഇത് അങ്ങയുടെ വചനമാണ്. അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ അശക്തനാണ്, അടിയൻ ബലഹീനനാണ്. ഇതിനെ ഒന്നും വിവരിച്ചു കൊടുക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ അടിയനില്ല. ഈ വചനം അടിയനോട് ഹൃദ്യമായി ഇടപെടണമേ. ഇതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. എൻ്റെ കുടുംബത്തിന് ഇത് അനുഗ്രഹമായി തീരണമേ. ദൈവത്തിൻ്റെ അഭിഷക്തന് കുടുംബത്തിന് ഇത് അനുഗ്രഹമായി തീരണമേ. കടന്നു വന്ന ദൈവജനത്തിന് ഇത് അനുഗ്രഹമായി തീരണമേ. ഈ ശബ്ദവീജികൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഇത് അനുഗ്രഹമായി തീരണമേ. നിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹത്തിനും കാരണമാകിയാൽ നന്ദി. തൃക്കരങ്ങളിൽ നിൻ്റെ വചനത്തെ ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു അപ്പച്ചൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ വാതിൽ അടച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് വാതിൽ അടയ്ക്കാനല്ല. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ചില വാതിലുകൾ ഞാൻ നിന്റെ മുൻപിൽ അടയ്ക്കുവാൻ പോകുകയാണ്. ഈ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, കുഞ്ഞേ, നീ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിലാണ്. സ്തോത്രം. അതുകൊണ്ട് ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ഞാൻ നിന്നെ അകത്താക്കിയിട്ട, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ ഈ വാതിൽ അടച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഏതിൻ്റെ വാതിൽ അടച്ചെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 6-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ 1-2 വാക്യങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ദൂതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. 6:13 മുതൽ.
ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. അടുത്ത വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീഴ്ത്തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടായിരിക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. താഴോട്ടുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അടച്ച വാതിലുള്ള പെട്ടകത്തിൻ്റെ അളവുകൾ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. എല്ലാ പെട്ടകങ്ങളുടെയും വാതിലടയ്ക്കുന്ന കാര്യമല്ല നാം ഇവിടെ വായിച്ച് കേട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയായ ദൈവം നോഹയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പെട്ടകം പണിയുവാൻ, പ്രൈസ് ദി ലോർഡ്, തനിക്ക് വേണ്ടി ഒരു ജനത്തെ വാർത്തെടുക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നോഹയ്ക്ക് കൽപ്പന കൊടുത്തിട്ട് നോഹയോട് പറയല്ല, നിനക്ക് ബോധിച്ചവണ്ണം ഈ പെട്ടകം പണിഞ്ഞുകൊള്ളുക. വരുന്നവരെല്ലാവരും അവരുടെ കയ്യിലിരിക്കുന്ന ഉളിയെടുത്ത് പണിയുവാനല്ല നോഹയോട് പറഞ്ഞത്. നോഹേ, ഞാൻ നിനക്കൊരു കൽപ്പന തരുകയാ, ഞാൻ നിനക്ക് ചില അളവുകൾ തരുകയാ. ഈ അളവ് അനുസരിച്ച് നീ ഈ പെട്ടകം പണിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം അനുസരിച്ച് പണിയപ്പെട്ട പെട്ടകത്തിനകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വാതിൽ അടച്ചുകൊള്ളുവാൻ കർത്താവിനോട് പറ. സ്തോത്രം. എൻ്റെ കർത്താവ് നമ്മളോട് അറിയിച്ച ആലോചന പ്രകാരമാണ് ഈ പെട്ടകം പണിത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വാതിൽ അപ്പനോട് അടയ്ക്കാൻ തന്നെ നാം പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോഹ 300 മുഴമെന്ന് പറഞ്ഞ് താഴോട്ട് വായിക്കുമ്പോൾ പറഞ്ഞു, സകലത്തിൽ നിന്നും ഇണകളെ ചേർത്ത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അതിൽ വലുതുണ്ട്, ചെറുതുണ്ട്, എഴഞ്ഞു പോകുന്നുണ്ട്, പറന്നു പോകുന്നുണ്ട്. എല്ലാ ജാതി സകലത്തെ എഴുതി കയറ്റണം. നോഹ അവിടെ ഇരുന്ന് കണക്ക് വല്ലതും കൂട്ടിയായിരുന്നോ? ആനയുടെ ഭാരം, കടുവയുടെ ഭാരം, കിളിയുടെ ഭാരം, എൻ്റെയും ഭാര്യയുടെയും 3 മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും ഭാരം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നോഹ പറഞ്ഞു 300 മുഴം പോരാ, എന്തായാലും തടിയുണ്ട്, എന്നാൽ പിന്നെ 302 മുഴം വെച്ച് അങ്ങ് പണിഞ്ഞേക്കാമെന്ന് പറഞ്ഞോ. വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നാം ഈ ദിനങ്ങളിൽ ഒരു പെട്ടകം പണിതുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പെട്ടകത്തിന് പണിക്ക് ദൈവം ചില അളവുകോലുകൾ നൽകിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാ. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ പണിയപ്പെടുന്ന പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കേണ്ടത് കർത്താവാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്തോത്രം. കർത്താവ് യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞതിന് ഒരണുവട വ്യത്യാസം വരാതെ. ആ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഭയത്തോടെയാണ് ഇത് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഇതുവരെ ഈ അളവുകോൽ തന്നെ അനുസരിച്ചാണോ നമ്മൾ പണിഞ്ഞത്? കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞൊരു മാസത്തിൽ ഇതിനനുസരിച്ച് തന്നെയാണോ പണി നടന്നത്? ഇന്ന് പകൽ ചോദിച്ചോണം, ഇന്ന് പകൽ ചോദിക്കണം, ഈ വചനത്തിനനുസരിച്ചാണോ കുഞ്ഞെ നീ പണിതത്? ഈ വചനത്തിനനുസരിച്ചാണോ നീ സംസാരിച്ചത്? ഈ വചനത്തിനനുസരിച്ചാണോ നീ നടന്നത്? ഞാൻ പറയും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വചനം എന്നോടാണ്, എൻ്റെ കുടുംബത്തോടാണെന്ന്. ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ അപ്പനോട് പറയും, അപ്പാ, പ്രൈസ് ദി ലോർഡ്, എന്നോടല്ലാത്ത ദൂത് ആർക്കും കൊടുക്കാൻ നീ എന്നെ അനുവദിക്കരുത്. ഇന്ന് പകൽ ഈ ആലയം വിട്ട് കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, നമുക്കൊരു തീരുമാനമെടുക്കണം. എൻ്റെ മുൻപിൽ നന്നിരിക്കുന്ന
ഒരളവുകോലുണ്ട്. ഇതനുസരിച്ച് ഞാൻ എൻ്റെ ഈ പെട്ടകത്തെ പണിയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭവനത്തെ പണിയും, എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇതനുസരിച്ച് പണിയുന്നതെങ്കിൽ അപ്പൻ വാതിലടയ്ക്കട്ടെ. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൊട്ട് താഴോട്ട് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടായിരിക്കണം, മേൽന്നൊരു മുഴം അതിനെ വെക്കണം, പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. തൊട്ട് താഴെ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൻ്റെ അകത്തും പുറത്തും കീൽ തേക്കണം. കീൽ തേക്കുന്നത് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാ. പക്ഷെ അകത്തും പുറത്തും കീൽ തേക്കണം. പുറത്ത് തേച്ചാൽ പോരെ? നമ്മുടെ ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. എന്തിനാ അകത്ത് തേക്കുന്നത്? അകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ? കയറുവോ? അകത്ത് കുറേ എണ്ണം ഉണ്ടല്ലോ. ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന കുറേ ഉണ്ടല്ലോ. ഇതും ഈ വചനപ്രകാരം പണിയപ്പെട്ടതിനെ മാലിന്യപ്പെടുത്തുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തും കീല് തേക്കണം. വചനപ്രകാരം പണിയപ്പെട്ട പെട്ടകത്തെ പരിശുദ്ധാത്മാവിനാൽ ജോയിൻ ചെയ്തിട്ട് യേശുവിൻ്റെ രക്തത്താൽ അതിനെ അതിനെ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ള പെട്ടകമാണ് എൻ്റെയും നിങ്ങളുടെയും പെട്ടകമെങ്കിൽ അതിൻ്റെ വാതിൽ അപ്പൻ തന്നെ അടയ്ക്കണം. ഇന്ന് പകലിൽ നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, നാം ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, പ്രൈസ് അപ്പനോടൊന്ന് പറ, അപ്പ പരിശുദ്ധാത്മാവിനാൽ ഈ വചനത്തെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങയുടെ രക്തത്താൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെ ഒന്ന് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിൽ യാതൊരു മാലിന്യങ്ങളും അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള യാതൊരു മാലിന്യങ്ങളും ഇതിൽ ഏൽക്കാതിരിക്കേണ്ടതിന് അങ്ങയുടെ രക്തത്താൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇതിനെ ഒന്ന് ഉറപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കറിയാം, തൻ്റെ ജനമായ ഇസ്രായേൽ പ്രൈസ് ദി ലോർഡ് മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ അവരുടെ നിലവിളി കേട്ട് പ്രൈസ് ദി ലോർഡ് അവരുടെ കണ്ണുനീർ കണ്ട് അവരെ വിടുവിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് മോശെ അങ്ങോട്ട് അയക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ബാധകൾ ഒന്നിനു പുറകെ ഒന്നായി അടിച്ചുയർന്നു. ഒടുവിലായി പ്രൈസ് ദി ലോർഡ് കടിഞ്ഞൊലുകളെ സംഹരിക്കുവാനുള്ള സമയമായി. പറയുകയാ, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ തളിപ്പ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിൻ്റെ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും ഉണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ തളിപ്പില്ലാത്ത ഭവനത്തിനകത്ത് സംഹാരദൂതൻ കയറി താണ്ഡവ നൃത്തം ചെയ്യുമ്പോൾ ഇന്ന് പകലിൽ പറ, എൻ്റെ അപ്പൻ്റെ രക്തത്താൽ ഞാനും എൻ്റെ ഭവനവും മുദ്ര ചെയ്യപ്പെടണം. അങ്ങനെയുള്ള ഭവനത്തിന്റെ വാതിൽ അപ്പൻ അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പറ, അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ നീ എന്നെ ആക്കണമേ എന്ന്. അടയ്ക്കപ്പെട്ട വാതിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തുകൊണ്ടാ യഹോവയായ ദൈവം തന്നെ ഇത് അടച്ചേ? നോഹയ്ക്ക് അങ്ങ് അടച്ചാൽ പോരായിരുന്നു? സെയിം വാതിലല്ലേ, അടച്ചാൽ പോരായോ? പ്രൈസ് ദി ലോർഡ്. നോഹ ഇത് അടച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിനകത്ത് പല വർഗത്തിലുള്ളതുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഓരോന്നിറങ്ങി വരും. സ്തോത്രം. ആന ഇറങ്ങി വരും ആദ്യം, പിന്നെ പുലി ഇറങ്ങി വരും, പിന്നെ കടുവ ഇറങ്ങി വരും. എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്നറിയാമോ? ഈ വാതിൽ. ഇതിൽ കൂടെ എല്ലാം രക്ഷപ്പെടാനൊക്കത്തുള്ളൂ. ഈ വാതിലാണ് ഇവരുടെ ലക്ഷ്യം. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ ഓർത്തോ, ഇതിനകത്തിലെ അഭ്യാസം ഒന്നും എൻ്റെ കർത്താവ് അടച്ച വാതിലിൽ നടക്കത്തില്ല. എത്ര പേർ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നു? കുഞ്ഞെ, നിന്റെ ഭവനത്തിൻ്റെ, നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ വാതിൽ എൻ്റെ അപ്പനാ മുദ്ര ചെയ്തിരിക്കുന്നെങ്കിൽ ശത്രു എത്ര പ്രബലനാണെങ്കിലും, അവൻ എത്ര ശക്തിയുള്ളവനാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്നെ തകർക്കുവാനോ, നിന്റെ തലമുറകളെ തകർക്കുവാനോ, നിന്റെ ആത്മിക, ഭൗമിക, ശാരീരിക, മാനസിക വിടുതലുകളെ തകർക്കുവാനോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം എൻ്റെ അപ്പൻ്റെ രക്തത്താല ഇത് മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പണിയപ്പെടേണ്ടത് എങ്ങനാ? ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും അവൻ്റെ രക്തത്താലും. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ പണി ഞാൻ മറ്റാരെയും ഏൽപ്പിക്കരുത്.
എൻ്റെ കുടുംബത്തിൻ്റെ പണി ഞാൻ മറ്റാരെയും ഏൽപ്പിക്കരുത്. സ്തോത്രം. പലരും ഫോണിലൂടെ വിളിച്ച് നമ്മുടെ വീടിൻ്റെ പണി ഏറ്റെടുക്കും. സ്തോത്രം. പലരും ഫോണിലൂടെ വിളിച്ച് നമ്മുടെ വീടിൻ്റെ പണി ഏറ്റെടുക്കും. നിന്റെ തലമുറയെ വളർത്തേണ്ടതിന് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഈ വചനത്താൽ നീ അതിനെ ഒന്ന് വാർത്തെടുക്കാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാതിൽ, ഈ അടച്ച വാതിലിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്താ ഈ അടച്ച വാതിൽ കൊണ്ടുള്ള ഗുണം? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. പാപം വാതിൽക്കൽ കിടക്കുന്നു, മതി, അതിൻ്റെ ആഗ്രഹം നിന്നോടുകൂടെയാകുന്നു. ഈ കർത്താവിനാൽ അടയ്ക്കപ്പെട്ട വാതിലുള്ള ഒരുവന്റെ വാതിക്കൽ പ്രൈസ് ദി ലോർഡ് പാപം വന്ന് കിടന്നാലും അതിനത് തള്ളി തുറന്നകത്തേക്ക് കയറുവാൻ കഴിയത്തില്ല. ശ്രദ്ധയോടെ കേൾക്കണേ കേട്ടോ. സ്തോത്രം. എൻ്റെ കർത്താവാണ് നിന്റെ ജീവിതത്തിൻ്റെ വാതിൽ അടച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ വാതിൽക്കൽ പാപം വന്ന്, പാപത്തിന് പല ഡെഫിനിഷൻ ഏതെല്ലാം നിലകളിൽ നിങ്ങൾക്ക് കൊടുക്കാമോ അതെല്ലാം കൊടുത്തു. പക്ഷെ ഇതിനൊന്നും തള്ളി കയറി അകത്ത് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അടയ്ക്കപ്പെട്ട വാതിലിൻ്റെ ഒന്നാമത്തെ ഗുണം പ്രൈസ് ദി ലോർഡ്, പാപം ഇതിനകത്തേക്ക് തള്ളിക്കയറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അടുത്ത വാക്യം പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് 27. വളരെ വേഗത്തിൽ വായിച്ചാൽ പെട്ടെന്ന് നിർത്താം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. എന്തിനാ? അവിടെ വായിക്കും, അവിടെ തന്നെ വായിച്ചോളുക. അതിന് തൊട്ട് മുൻപുള്ള വാക്യം ഒന്നുകൂടെ ചേർത്ത് വായിച്ച്. അങ്ങനെ ആ വാക്യം ഒന്നുകൂടെ 14-ാം അധ്യായം ഇതിന്റെ 27-ാമത്തെ വാക്യം. ദൈവം തങ്ങളോട് കൂടെ ഇരുന്നത് ഒന്ന്, ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതിരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച, തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ച നന്മകൾ പ്രൈസ് ദി ലോർഡ് പലപ്പോഴും നമുക്കിത് പുറത്ത് മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അടയ്ക്കപ്പെട്ട വാതിലല്ലാത്തത് കൊണ്ട് ഈ വിശ്വാസം ചോർന്നു പോകുകയാണ് നമ്മളിൽ നിന്ന്. നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതിരിക്കുവാൻ ഈ അടയ്ക്കപ്പെട്ട വാതിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പോകാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യോഹന്നാനെ പത്മോസിൽ പ്രൈസ് ദി ലോർഡ് യോഹന്നാൻ കിടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ ചിന്തിക്കുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൊല്ലപ്പെട്ടു. ഈർച്ചവാളിനാൽ തലകീഴായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ക്രൂശിൽ അവരെ തറച്ചു കൊന്നു, ശിരച്ഛേദം ചെയ്തു കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ യോഹന്നാൻ പത്മോസിൽ കിടക്കുകയാ. സ്തോത്രം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും യോഹന്നാന് പ്രതീക്ഷയുണ്ടോ? എല്ലാ വാതിലുകളും അടച്ച് യോഹന്നാനെ പത്മോസിൽ കിടത്തിയിരിക്കുകയാ. എന്നാൽ പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ പ്രൈസ് ദി ലോർഡ് അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മറ്റ് എല്ലാ ശിഷ്യന്മാരെക്കാട്ടിലും യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്ന് ആ ചൂട് ആവോളം അനുഭവിച്ച ഒരുവനായിരുന്നു ഈ യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ പാദപീഠത്തിൽ വിട്ടുമാറാതെ നിലവിളിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ നീ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നാലും പ്രൈസ് ദി ലോർഡ് നിന്നെ തള്ളിക്കളയാതെ നിന്നോടുകൂടെ ഇരിക്കുക മാത്രമല്ല എൻ്റെ കർത്താവ് ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. യെസ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.
ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആർക്കും അടച്ചുകൂടുവാൻ കഴിയാത്ത ഒരു വാതിൽ. നമ്മൾ ഇതുവരെ നോക്കിയത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അടഞ്ഞ വാതിൽ. പക്ഷേ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ള സകല വാതിലുകളും അടച്ചിട്ട് അവന് പത്മോസിന്റെ ഏകാന്തതയിൽ കൊണ്ട് ഇട്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു തുറന്ന വാതിൽ അവന് കാണിച്ചു കൊടുക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു. കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മാറിലെ ചൂട് അനുഭവിച്ച യോഹന്നാൻ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിട്ട് പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാന്റെ മുൻപിൽ ഇത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു നിന്നുകൊണ്ട് പറയുക, കുഞ്ഞെ, നിന്റെ മുൻപിൽ ചില വാതിലുകൾ എന്റെ ദൈവം അടയ്ക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. ആർക്കും വെളിപ്പെടുത്താത്ത, ആർക്കും നൽകിയിട്ടില്ലാത്ത ചില നന്മകൾ, ചില വാഗ്ദത്തങ്ങൾ നിനക്ക് പകർന്നു തരേണ്ടതിന് ഞാൻ ചില വാതിലുകൾ നിന്റെ മുൻപിൽ അടയ്ക്കുകയാ. പക്ഷെ ലോകം നോക്കുമ്പോ വാതിലുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുക. സ്തോത്രം. നമ്മുടെ ഈ പാവപ്പെട്ട 2 കണ്ണുകൊണ്ട് നോക്കുമ്പോഴും വാതിലുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുക. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ചിലതിനെ നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ഞാൻ നിന്നെ, പ്രൈസ്, സകല വാതിലുകളും അടച്ചിട്ട് ഇതിനകത്താക്കിയിരിക്കുക. ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചില ചിന്തനകളുണ്ട്. എന്തിനാപ്പാ എന്നെ ഇതിനകത്ത് കൊണ്ടിട്ടത്? എന്തിനാപ്പാ എന്നെ ഇതിനകത്ത് കൊണ്ടിട്ടത്? എല്ലാ വാതിലുകളും എന്റെ മുൻപിൽ അടയപ്പെടുകയാണോ? അല്ല. ഇന്ന് പകലിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു വാതിൽ തുറന്ന് ചിലത് നിന്നെ കാണിക്കുവാൻ. എത്ര പേർ ഇന്ന് പകലിൽ ഈ വചനം ഏറ്റെടുക്കുന്നു? എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാ, കുഞ്ഞെ, നീ നോക്കുമ്പോ നിന്റെ മുൻപിൽ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുകയാ. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ ആരും കാണാത്തത്, ഇതുവരെ ആരും രുചിച്ചു നോക്കാത്തത്, ഇതുവരെ ആരും സ്പർശിക്കാത്തത് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുകയാ. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. ഇന്ന് പകൽക്കാലം ആരോടോ ദൈവാത്മാവ് ഒരു ദൂത് പറയുകയാ. സാഹചര്യങ്ങളെല്ലാം നിനക്ക് എതിരാ. മെഡിക്കൽ സയൻസുകൾ മുഴുവൻ നിനക്കെതിരാ. രേഖകൾ മുഴുവൻ നിനക്കെതിരാ. സാധ്യതകൾ ഒന്നും നിന്റെ മുൻപിലില്ല. നീ ഹരിച്ചിട്ടും ഗുണിച്ചിട്ടും ആൻസർ 0യാ. ഇന്ന് പകലിൽ എൻ്റെ അപ്പൻ പറയുന്നു, നിന്റെ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വഴി ഞാൻ നിനക്ക് തുറക്കാൻ പോകുകയാ. എത്ര പേർ ഏറ്റെടുക്കുന്നു? നിങ്ങളുടെ വലങ്കരം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വിഷയത്തിന്മേൽ ഒന്ന് വെച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് എഴുതി വെച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ വിഷയത്തെ ഒന്ന് വെച്ചിട്ട് അതിന്മേലെ വലങ്കരം വെച്ചിട്ട് പറ, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ആർക്കും തുറക്കാത്ത ഒരു വാതിൽ തുറന്നു തരുകയാ. ഞാൻ അതിൽ കൂടി കടക്കും, ഞാനത് കാണും, ഞാനത് അനുഭവിക്കും, ഞാനും എൻ്റെ കുടുംബവും, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. അതാ നാം വായിച്ചത്. പൗലോസ് പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നെ നടത്തിയ, ഞങ്ങളെ നടത്തിയ, പ്രൈസ് ദി ലോർഡ്, വഴികളെ കുറിച്ച് ജാതികളോട് പ്രസ്താവിക്കേണ്ടതിന് ഇതാ എൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു തരുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടയ്ക്കപ്പെട്ട വാതിൽ മാത്രമല്ല കുഞ്ഞെ,
എൻ്റെ ദൈവം നിന്റെ മുൻപിൽ തരാൻ പോകുന്നത് ചില തുറന്ന വാതിലുകൾ എൻ്റെ കർത്താവ് നിന്റെ മുൻപിൽ തരും. നമുക്ക് മരുഭൂമിയിലേക്ക് നോടിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിക്കുകയും ഞാൻ ആ വചനത്തിന് മുൻപിൽ ദിനങ്ങൾ ഇരുന്നിട്ടുണ്ട്. ജനം ദാഹത്താൽ വരണ്ട് മുൻപിൽ വരുമ്പോൾ ദാ നിൽക്കുന്നു, യാതൊരു ഗുണമോ മണമോ ഒന്നുമില്ലാത്ത വിരൂപമായ ഒരു തീക്കൽപ്പാറ. സ്തോത്രം. നോക്കിയ കാക്ക പോലും അതേ വന്നിരിക്കത്തില്ല. പേര് തീക്കൽപ്പാറ. തീക്കൽപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ വെള്ളം ഉൾക്കൊള്ളുന്നേ? തീക്കൽപ്പാറ ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ 2 തുള്ളി പോകത്തില്ലേ? ഇതിനകത്ത് ഇന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? സ്തോത്രം. ഒരു പ്രതീക്ഷയില്ലാത്ത ചിലടത്തൂന്ന് ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ പൊട്ടിപ്പുറപ്പെടിക്കാൻ പോവുക. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്റത്തിന്റെ പുറകെ ഇരുന്ന് കഴിഞ്ഞ് മുമ്പിൽ വരാൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്റെ കണ്ണ് പല സ്ഥലങ്ങളിലേക്ക് പായുമ്പോൾ എൻ്റെ അപ്പൻ പറയുക, ഇല്ല കുഞ്ഞെ, ദാ ഈ തീക്കൽപ്പാറയുണ്ടല്ലോ, ഈ തീക്കൽപ്പാറയെ ഞാൻ പൊളിക്കാൻ പോകുക. അയ്യോ, അതുകൊണ്ടായില്ല. ഒന്ന് തീക്കൽപ്പാറ, വെള്ളം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പാറ, ഗുണവും ഇല്ല മണവും ഇല്ലാത്തൊരു പാറ. സ്തോത്രം. 2, ഇനി ഇത് പൊട്ടിപ്പുറപ്പെട്ട് വെള്ളം പുറത്തു വന്നെന്നിരിക്കട്ടെ. പുറത്തു വരുന്നേ എങ്ങോട്ടാ ഇത് വീഴുന്നേ? മരുഭൂമിയിലേക്ക്. ഇവർ ഈ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ നിൽക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും? ഒരു തുള്ളി വെള്ളം താഴോട്ട് വീണാൽ നിമിഷ നേരത്തിൽ ബാഷ്പീകരിച്ചു പോകുന്ന ചൂടായതുകൊണ്ടല്ലേ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇവർക്ക് കിട്ടാതിരുന്നേ. അങ്ങനെയാണ് ഈ പാറ പൊട്ടിപ്പുറപ്പെട്ട് വെള്ളം പുറത്തു വന്നാൽ ഇത് മുഴുവൻ ഈ മരുഭൂമി വലിച്ചെടുക്കത്തില്ലേ? പിന്നെ ഈ ജനം എങ്ങനെ കുടിക്കുന്നേ? സ്തോത്രം. ഇനി മരുഭൂമി പിടിച്ചെടുക്കത്തില്ലെന്ന് വെച്ചോ, ചുട്ടുപൊള്ളുന്ന സൂര്യൻ മേളിൽ നിൽക്കുക. അവന്റെ ജോലി എന്തുവാ? ഇതിനെ ബാഷ്പീകരിച്ച് മേലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഏത് നിലയെ നോക്കിയാലും ഒരു സാധ്യതയില്ല. പക്ഷേ തുറന്നത് എൻ്റെ അപ്പനാണെങ്കിൽ, ഈ പാറയെ നിനക്ക് വേണ്ടി തുറന്നത് എൻ്റെ അപ്പനാണെങ്കിൽ, സൂര്യനെയും ഭൂമിയെയും സൃഷ്ടിച്ച എൻ്റെ അപ്പൻ പറയും, തൊട്ടുപോകരുത് എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയിൽ. എത്ര പേർ വിശ്വസിക്കുന്നു? അയ്യോ ദൈവമക്കളെ, ഈ നിലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഒരുമാതിരി അത്താഴവൂണ് പ്രാർത്ഥനയായിട്ട് മാറരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേലിരുന്നിട്ട് ഫ്രൈസോ ചങ്ക് പിളർന്ന് ഒന്ന് നിലവിളിക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ മുൻപിലുള്ള ചില തീക്കൽ പാറകൾ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറന്ന് തരും. എപ്പോഴും നമ്മൾ എൻ്റെ മുമ്പിൽ സകല മരുഭൂമിയിൽ അവിടെ ആയിരുന്നെങ്കിൽ പ്രൈസ് ലോർഡ് സ്തോത്രം, വീഞ്ഞു കുടിച്ച് അവിടെ ഇരിക്കായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. വിളിച്ച് മരുഭൂമി കൊണ്ടുവന്നേക്കുക. ആകെപ്പാട് കാണാൻ കൊള്ളാത്തൊരു പാറയും മുമ്പിലുണ്ട്. സ്തോത്രം. പക്ഷെ ഇന്ന് പകലിൽ ഈ പാറയെ പിളർന്നത്, അതിൻ്റെ വാതിൽ തുറന്നത് എൻ്റെ അപ്പനാണെങ്കിൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമി ആയിരിക്കാം നീ ആയിരിക്കുന്ന സാഹചര്യം. ഇന്ന് പകലിൽ നിന്റെ സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരായി വന്നാലും തുറന്നത് സ്വർഗത്തിലെ അപ്പനാണെങ്കിൽ, നിന്റെ തലമുറയുടെ ഭാവിയിന്മേൽ ദൈവമാണ് അതിനു വേണ്ടി ഒരു വാതിൽ തുറന്നതെങ്കിൽ, പ്രൈസലോ, അതിനെ വലിച്ചെടുക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, പ്രൈസലോ, മരുഭൂവിന്റെ ശക്തിക്ക് കഴിയത്തില്ല. ചുട്ടുപൊള്ളുന്ന സൂര്യന് അതിനെ ബാഷ്പീകരിക്കുവാൻ കഴിയത്തില്ല. കാരണം പൗലോസ് പറഞ്ഞു, ഒന്ന് പറയാമോ? എൻ്റെ ഉടയവനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ എന്നോട് അരുളി ചെയ്ത ഒരു കാര്യമുണ്ട്, അത് സംഭവിക്കും നിശ്ചയം. സ്തോത്രം, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ കഴിയും? അപ്പാ, ചില വാതിലുകൾ അടയ്ക്കപ്പെട്ടപ്പോൾ ഞാൻ ഭാരപ്പെട്ടു പുറപുറത്തു. ചില വാതിലുകൾ എൻ്റെ മുൻപിൽ കോട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പല ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഓഫർ കൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ വന്നു, ഇല്ല,
സാരമില്ല കുഞ്ഞെ, സാരമില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് നിലവിളിക്കാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് നിലവിളിക്കാമോ? പക്ഷെ നിലവിളിക്കുന്നതിന് മുൻപ് ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുക. നോഹയോട് പറഞ്ഞതുപോലെ, നോഹേ ഇതാ നിന്റെ അളവുകോൽ. പ്രൈസ് ദി ലോർഡ്. ഇതനുസരിച്ച് വേണം നീ നിന്റെ ജീവിതത്തെ പണിതെടുക്കുവാൻ. ഇന്ന് പകൽക്കാലം ഒരു തിരിഞ്ഞു നോട്ടം എനിക്കും നിങ്ങൾക്കും ആവശ്യമാ. എൻ്റെ ജീവിതത്തെ പണിതെടുക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്താലാണോ? ആ വചനത്താൽ പണിയപ്പെടുന്ന എൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവിനാലാണോ ഞാൻ ഹല്ലേലൂയ അതിനെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ലേബൽ ചെയ്തിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. വചനം ഒത്തിരി കേൾക്കുന്നുണ്ട്, അറിവ് കൂട്ടാവെന്നല്ലാതെ. വചനം കേട്ടതുകൊണ്ടേ അറിവ് കൂട്ടാവെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. തെറ്റിദ്ധരിക്കരുത്, ദുർവ്യാഖ്യാനമൊന്നുമല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യല്ലേ കേട്ടോ. സ്തോത്രം. ഈ വചനം അകത്തുണ്ട്, പക്ഷെ ആപൽഘട്ടത്തിൽ ഇത് നിന്നെ സഹായിക്കണമെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് ഈ വചനത്തെ നിനക്ക് വിവേചിച്ചു തരും. ഞാൻ പറയുന്ന ഈ വചനം ഇവിടെ ഇരിക്കുന്ന 50 പേരുണ്ടെങ്കിൽ 50 പേരോടും 50 നിലകളിലാണ് ക്രിയ ചെയ്യുന്നത്. 50 നിലകളിലാണ് ക്രിയ ചെയ്യുന്നത്. 50 വിഷയങ്ങളുമായ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞ് ഏവലിനുള്ള വിഷയമല്ല, പ്രൈസ് അനുവിനുള്ളത്. അതുകൊണ്ട് ഈ വചനം ആ പ്രിയ പൈതലിന് അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന്റെ വിഷയത്തിന് മറുപടി. എന്റെ പൈതൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന വിഷയത്തിന് എന്റെ ദൈവം ഒരു മറുപടി കൊടുക്കുന്നത്. എന്നാൽ ഇത് രണ്ടായി വിഭാഗിച്ചു കൊടുക്കണമെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ ഇവിടെ കേട്ടത് കൊണ്ട് കാര്യമായില്ല. ഇത് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം വരുത്തണമെങ്കിൽ, സ്തോത്രം, സ്തോത്രം. അതിവേഗത്തിൽ പാഞ്ഞു. ഇന്നലെ രാത്രി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാ പോയല്ലേ? സ്തോത്രം. 55 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെല്ലുന്നത് ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് വീട്ടിൽ ചെന്നു. നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടാ പോയേ. നിന്റെ വയസ്സ് 1000 പേര്, നിന്റെ വലത്ത് വയസ്സ് 10,000 പേര് വീട്, അതൊന്നും നിന്നോട് അടുത്ത് വരത്തില്ല. സ്തോത്രം. എൻ്റെ കുഞ്ഞെ, അത് എന്തെങ്കിലും പ്രയോജനം ചെയ്യണമെങ്കിലുണ്ടല്ലോ അകത്ത് പരിശുദ്ധാത്മാവ് വേണം. പക്ഷെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ തന്നിരിക്കുന്ന അളവുകോലനുസരിച്ച് പണിയണം. അതാ ഈ വചനം എന്നെ പഠിപ്പിച്ചേ. അനുസരിക്കാതെ വചനമനുസരിക്കാതെ നിന്റെ ജീവിതത്തെ പണിയുന്നെങ്കിൽ, നിന്റെ ഭവനത്തെ പണിയുന്നെങ്കിൽ, സ്തോത്രം, 4 അന്യഭാഷ പറഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കരുതരുത്, തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്നെ അതിനെ, ആ വചനത്തെ വിവേചിച്ച് നിനക്ക് തരും. ഇതാണ് ദൈവത്തിൻ്റെ അഭിഷക്തിൽ നിന്ന് നിന്നോട് അറിയിച്ച ദൂത്. ഒന്നത്. 2-3 മാസം കഴിഞ്ഞു. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അങ്ങ് അടയപ്പെട്ടു. ഇങ്ങനെ പക്ഷി നോക്കുന്നതിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കേണ്ടി ഒന്നും വരത്തില്ല. അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പറയും, കുഞ്ഞെ, നീ അന്നേ ഫെബ്രുവരി മാസം 9-ാം തീയതി കേട്ട വചനമുണ്ടല്ലോ, ആ വചനം നിന്നോടായിരുന്നു. നിന്റെ മുൻപിൽ ഈ വാതിൽ അടച്ചത് ഞാനാ. പരിശുദ്ധാത്മാവിൻ 2ാമത്തെ ജോലി, നീ കേട്ട ഈ വചനത്തെ നിന്നെ റിമൈൻഡ് ചെയ്യുന്ന ജോലി. സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, ഇത് റെജിയുടെയോ സാജൻ ജോർജ് പാസ്റ്ററിൻ്റെയോ വചനമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, ഇതിൽ മുദ്ര ചെയ്തതിൻ്റെ ഓരോ അക്ഷരങ്ങളിലും എൻ്റെ അപ്പൻ്റെ തങ്കച്ചോരയാൽ അതിനെ സൈൻ ചെയ്താ വച്ചിരിക്കുന്നേ. ഈ വചനം ഇതുപോലെ സംഭവിക്കും, അതിന് മാറ്റം വരുത്തില്ല. അപ്പൊ വചനത്താൽ പണിയപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ അതിനെ ചേർത്തു വെക്കണം. യേശുവിൻ്റെ പുണ്യാഹ രക്തത്താൽ അതിനെ ഒന്ന് സീലും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ദുഷ്ടനും
അതിൻ്റെ 100 അടി അടുത്ത് പോലും വരത്തില്ല. സ്തോത്രം. ആരാ പറഞ്ഞേ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ കുടുംബജീവിതം തകരുമെന്ന്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നീ ദൈവത്തിൻ്റെ വചനത്താൽ പണിഞ്ഞിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് പകൽ പറ, അപ്പ തെറ്റുപറ്റിപ്പോയി. അതിനായി വചനം ഇന്ന് പകൽക്കാലം ഇവിടെ ഓർപ്പിക്കുന്നത്, തെറ്റുപറ്റിപ്പോയി, എനിക്കൊരു മടങ്ങി വരവ് ആത്യന്താപേക്ഷിതമാണ്. എനിക്ക് തെറ്റുപറ്റി. ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തെ പണിഞ്ഞെടുത്തത് എൻ്റെ അറിവില്ല. നിനക്ക് PhD ഉണ്ടായിരിക്കാം, MSc ഉണ്ടായിരിക്കാം, MPhil ഉണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിക്കോ. അത് വെച്ച് നിന്റെ കുടുംബജീവിതത്തെ പണിഞ്ഞാൽ, അത് വെച്ച് നിന്റെ വ്യക്തി ജീവിതത്തെ പണിഞ്ഞാൽ, അത് വെച്ച് നിന്റെ ജീവിതത്തെ പണിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറയുന്നു, അതിൻ്റെ വാതില്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, അടയപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അകത്ത് ദൈവത്തിൻ്റെ വചനമല്ല, അകത്ത് പരിശുദ്ധാത്മാവല്ല, അകത്ത് എൻ്റെ യേശുവിൻ്റെ രക്തമല്ല, അത് അടഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വിടുതലില്ല. പക്ഷെ എൻ്റെ അപ്പൻ അടച്ചതാണെങ്കിൽ, അകത്ത് വചനത്താൽ പണിയപ്പെട്ടതാണെങ്കിൽ, അകത്ത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നതാണെങ്കിൽ, അകത്തെൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ തളിപ്പുണ്ടെങ്കിൽ, നിന്നെ കൊണ്ടെത്തിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താഴ്വരയിലല്ല നിന്നെ കൊണ്ടെത്തിക്കുന്നത്, എൻ്റെ അപ്പൻ പ്ലാൻ ചെയ്ത ആറാറത്തിന്റെ നെറുകയിലായിരിക്കും. ആർക്കും മുക്കിക്കളയുവാൻ കഴിയാത്ത, ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത, ആർക്കും ശിഥിലീകരിക്കുവാൻ കഴിയാത്ത ചിലടത്ത് നിന്നെ എത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. വചനത്താൽ പണിയപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ട നിന്റെ പെട്ടകത്തിന്, പ്രൈസ് ദി ലോർഡ്, വേറൊരു ഡ്രൈവർ വേണ്ട. ഈ പെട്ടകത്തിന് നീ സ്റ്റിയറിംഗ് വീല് വെക്കണ്ട. ഇതിന് വെയ്സും വേണ്ട, ഗൂഗിൾ മാപ്പും വേണ്ട, ഒന്നും വേണ്ട. ഇത് ചെല്ലേണ്ടടത്ത് ചെല്ലും. സ്തോത്രം. നിന്നെ എത്തിക്കേണ്ടടത്ത്, സഭയാം കുടുംബത്തോട്, എൻ്റെ വാത്സല്യ അഭിഷക്തനോട്, കടന്നു വന്ന ദൈവജനത്തോട് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നിന്നെ എത്തിക്കേണ്ടടത്ത് എത്തിക്കുന്നൊരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ആലയത്തിന്റെ വാതിൽ അടയ്ക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് സഭയോട് ദൂത് ശക്തമായി അറിയിക്കുക, പൗലോസേ, നിന്നെ റോമൻ കൈസറുടെ മുൻപിൽ നിർത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, കൊടുങ്കാറ്റും, പ്രൈസ്, പെരുങ്കാറ്റും എത്ര ശക്തമായി ആഞ്ഞടിച്ചാലും, നീ ഏതെല്ലാം ദ്വീപ് സമൂഹങ്ങളിൽ ചെന്ന് തട്ടപ്പെട്ടാലും, നിന്റെ കപ്പൽ ഛേദിക്കപ്പെട്ടാലും, നിനക്ക് കപ്പൽ വേണ്ട കുഞ്ഞെ, നിന്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കപ്പൽ വേണ്ടെന്ന് കുഞ്ഞെ, നിനക്ക് PhD വേണ്ട. എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത സ്ഥാനത്ത് നിന്നെ കൊണ്ടെത്തിക്കുവാൻ. ആരുടെയും റെക്കമെൻഡേഷൻ ലെറ്റർ വേണ്ട. നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവിനെ എത്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ആരുടെയും ഔദാര്യത്തിനല്ല കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പ്രാണനെ നൽകിയത്. ആരുടെയും റെക്കമെൻഡേഷൻ അല്ല ഞാൻ കാൽവറിയിൽ നിന്റെ മുഖത്തോട്ട് നോക്കി എൻ്റെ പ്രാണനെ വിട്ടത്. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ കപ്പല് ഛേദിക്കപ്പെട്ട മെലീത്തായിൽ വന്ന് നിൽക്കുമ്പോൾ, അണലി കയറി കടിച്ച് തൂങ്ങി നിൽക്കുമ്പോൾ, അനേകർ വിളിച്ചു പറഞ്ഞൊരു പേരുണ്ടോ? ഇവന്റെ പേരാ കുലപാതകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ അവരറിയാത്തൊരു കാര്യമുണ്ട് കേട്ടോ. അവരറിയാഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് ചിന്തിച്ചു കാണും, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? എന്നോട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ദൂത്. എന്നോടുള്ള ദൂത് എവിടാ? റോമ കൈസറുടെ മുൻപിൽ നിന്ന് നിർത്തും. പക്ഷെ ഞാനിപ്പോൾ എവിടാ നിൽക്കുന്നേ? മെലീത്തായിൽ അണലി കടിച്ചിങ്ങനെ തൂങ്ങി നിൽക്കുക. നീ അറിയാതെ നിനക്ക് വേണ്ടി ചിലയിടങ്ങളിൽ
കർത്താവ് ചില പുൾപിറ്റുകൾ വലിച്ചിടുന്നു. നീ അറിയാതെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഒരു ദൂത സഭയോട് പറയുന്നു, ഭവനങ്ങളോട്, വ്യക്തി ജീവിതങ്ങളോട് പറയുന്നു, കുഞ്ഞെ, നീ അറിയാത്ത ഇടങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു കസേര വലിച്ചിടുന്നു. നീ അറിയാതെ നിന്റെ ഹൃദയത്തിൽ ഇതുവരെ ചിന്തിക്കാത്ത നിലയിൽ എൻ്റെ ദൈവം നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറകളിൽ പ്രവർത്തിക്കുവാൻ പോകുക. നീ അറിയാത്ത ഇടത്ത്, നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത ഇടത്ത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചിലതിനെ വലിച്ചിടുകയാണ്. പൗലോസ്, നിന്നെ കൊണ്ടുവന്നിടത്ത് എത്തിക്കും. പക്ഷെ ഇവിടെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നിന്റെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് നീ കയറുവാൻ കാലെടുത്ത് വെക്കുമ്പോ കൊടുങ്കാറ്റാഞ്ഞടിക്കുകയാ, പെരുങ്കാറ്റാഞ്ഞടിക്കുകയാ. നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ദൂഷികളും നിന്റെ കാതുകളിൽ വന്ന് മുഴങ്ങുകയാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഭാരപ്പെടണ്ട കുഞ്ഞേ, അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ നിന്നെ കടത്തുവാൻ ശ്രമിക്കുമ്പോ ഇതാ ഈശാനമൂലൻ നിന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുകയാ. ഭയപ്പെടേണ്ട, നിന്നെ കുറിച്ചുള്ള പദ്ധതി ഞാനാ എഴുതി വച്ചേക്കുന്നേ. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 10 പ്രാവശ്യം മോശ ഫറവോന്റെ മുമ്പിൽ ചെന്നു. 10 പ്രാവശ്യം അല്ലേ? ആണല്ലോ, തെറ്റൊന്നുമില്ലേ? സ്തോത്രം. 10 പ്രാവശ്യവും മോശ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഇതൊരു 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേന് ഫറവോനാകപ്പാട് ഒരു അങ്കലാപ്പ്. അന്നേരം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ കുറച്ച് പേരെ ഞാൻ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് അതുകൊണ്ട് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞു, എന്നാ പിന്നെ ഇവരെ കൂടെ ചേർത്ത് വെച്ചോ. സ്തോത്രം. നിങ്ങളെ ഭാവമൊക്കെ നന്നായിട്ട് അറിയാം, ആവർത്തിക്കുന്നില്ല. പക്ഷെ മോശ ഈ 10 പ്രാവശ്യം എപ്പോഴെങ്കിലും വചനം ചേഞ്ച് ചെയ്തോ? യഹോവയായ ദൈവം പറഞ്ഞ കാര്യം ചേഞ്ച് ചെയ്തോ? ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഫറവോനെ നീ അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനിവിടെ വന്നിരിക്കുന്ന, എന്നെ ഇവിടെ അയച്ചിരിക്കുന്ന ഒറ്റ കാര്യത്തിനാ, ഈ ജനത്തെ ആരാധിക്കുവാൻ കൊണ്ടുപോകുവാൻ. എൻ്റെ മേൽ വേറെ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡറും ഇല്ല. ഒറ്റ ഓർഡറേ ഉള്ളൂ, ഈ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കണം. നിന്റെ ആരാധനയുടെ മാനിഫെസ്റ്റോ എഴുതി തരേണ്ടത് ഫറവോനല്ല. നീ എങ്ങനെ ആരാധിക്കണം എന്നും എപ്പോഴാരാധിക്കണമെന്നും എവിടെ വെച്ച് ആരാധിക്കണമെന്നും എഴുതി തരുന്നത് ഫറവോനല്ലെന്ന് ഇന്ന് പകലിൽ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുന്നു. നിന്റെ ആരാധനയുടെ പ്രൈസലോ മാനിഫെസ്റ്റോ നോഹയുടെ കയ്യിൽ എഴുതി കൊടുത്തതുപോലെ അത് കയ്യിൽ വാങ്ങി അതനുസരിച്ച് നീ പണിയുവാൻ തയ്യാറായാൽ നിന്റെ പെട്ടകത്തിൻ്റെ വാതിൽ അപ്പൻ അടച്ചിട്ട് അവൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് അതിനെ തളിക്കും. പ്രൈസ് ലോർഡ്. ഒറ്റ വാക്യം കൂടെ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം 5:9. മതി. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. എല്ലാവരും നിൽക്കും. ഈ വാതിൽക്കൽ നിൽക്കാതെ ഒരാളും എങ്ങും പോകാൻ പോകുന്നില്ല. ഈ വാതിൽക്കൽ നിൽക്കാൻ നമ്മൾ തയ്യാറാണോ? ഇതെന്നോട് ചോദിച്ചു ചോദ്യമോ? ഞാൻ പറഞ്ഞു, അല്ലപ്പച്ച, ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അപ്പാ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ പ്രാപ്തനാക്കണമേ എന്ന. ഇന്ന് പകലിൽ ഈ ന്യായാധിപതിയുടെ മുൻപിൽ വിശ്വസ്തയോടെ നിൽക്കണമെങ്കിൽ നിന്റെ മുൻപിൽ അടയപ്പെടുന്ന ചില വാതിലുകൾ അടയപ്പെടട്ടെ, നിന്റെ മുൻപിൽ തുറക്കപ്പെടുന്ന ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. പക്ഷേ ഈ 2 സാഹചര്യങ്ങളിലും
പറയുവാൻ കഴിയട്ടെ, എൻ്റെ പെട്ടകം വചനത്താൽ പണിയപ്പെടുന്നു, എൻ്റെ പെട്ടകം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു, എൻ്റെ പെട്ടകത്തിന്മേൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ തളിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ നീ തകരത്തില്ല, നിന്റെ കുടുംബം തകരത്തില്ല, നിന്റെ സഭ തകരത്തില്ല, നിന്റെ ശുശ്രൂഷകൾ തകരത്തില്ല. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിക്കാം. യഹോവ വാതിൽ അടച്ചു. ആ വാതിലിനുള്ളിൽ ആക്കപ്പെടുവാൻ കൃപ ലഭിച്ച കുറെ പേര് പുറത്തു നിൽപ്പുണ്ട്, കുറച്ച് പേര് പുറത്തു നിൽപ്പുണ്ട്. പക്ഷെ അതിനകത്തായി തീരുവാൻ ഭാഗ്യം ലഭിച്ച, കൃപ ലഭിച്ച ഒരുപറ്റം ദൈവമക്കളാ ഇന്നിവിടെ കൂടപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ കരങ്ങൾ സമർപ്പിച്ചിട്ട് പറ, അപ്പ എവിടെയാണോ തെറ്റുപറ്റിയത്, എവിടെയാണോ എനിക്ക് കുറവുകൾ വന്നത്, ഇന്ന് പകൽ ഞാൻ കണ്ടുണരുന്നു. ഈ ഒരാഴ്ചയിൽ നമ്മുടെ ജീവിതയാത്ര, നമ്മുടെ ക്രിസ്തീയ ജീവിതം, പ്രൈസ് ദൈവ പാദപീഠത്തിൽ ഒരു